ശ്വാസനാളം അടഞ്ഞുപോയ 3.5 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ജീവൻ കണ്ണൂർ ആസ്റ്റർ മിംസിൽ വെച്ച് ബ്രോങ്കോസ്കോപ്പിയിലൂടെ രക്ഷിച്ചെടുത്തതായി ഡോക്ടർമാർ. ശ്വാസകോശത്തിലെ പ്രധാന നാളിയായ ട്രക്കിയ ചുരുങ്ങിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ 3.5 മാസം മാത്രം പ്രായമുള്ള പാനൂർ പുത്തൂർ സ്വദേശിയായ കുഞ്ഞിൻ്റെ ജീവനാണ് ബ്രോങ്കോസ്കോപ്പിയിലൂടെ രക്ഷിച്ചെടുത്തത്. ബ്രോങ്കോസ്കോപ്പിക്ക് ശേഷം കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചുവെന്ന് ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ പറഞ്ഞു. സാധാരണഗതിയിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന സാഹചര്യത്തെയാണ് ശസ്ത്രക്രിയയില്ലാതെ അതിജീവിക്കുവാൻ കണ്ണൂർ ആസ്റ്റർ മിംസിലെ പൾമണോളജി വിഭാഗം ഡോക്ടർമാർക്ക് സാധിച്ചതെന്നും ഡോക്ടർമാർ അറിയിച്ചു. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ സാഹചര്യത്തിലായിരുന്നു കുഞ്ഞ് ആദ്യമായി ചികിത്സ തേടിയെത്തിയത്. വെന്റിലേറ്റർ പിന്തുണ ഉൾപ്പെടെ ആവശ്യമായി വന്ന കുഞ്ഞിന് 1 മാസത്തോളം ചികിത്സ അനിവാര്യമായി വന്നു. തുടർന്ന് അസുഖം ഭേദമായി ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അയാളുടെ ഭാരം കുറവാണ്. അയാളൊരു പ്രീറ്റമായിട്ട് ജനിച്ച കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറി പോലെയുള്ള കാര്യങ്ങൾ അയാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ, താങ്ങാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കുറച്ചും കൂടെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഒരു ഇന്റർവെൻഷൻ പൾമണോളജി, സർജറി ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യാതെ എങ്ങനെ കുട്ടിയെ ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ അവിനാശ് മുരുകൻ അതുപോലെ ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണനുമായിട്ട് ഈ കേസിനെ കുറിച്ച് സംസാരിക്കുകയും തുടർന്ന് ഞങ്ങളുടെ ഡിസ്കഷനിൽ നിന്നാണ് ബാക്കി നമ്മൾ ഇതുപോലെയുള്ള ഇന്റർവെൻഷൻ ചെയ്ത് നോക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വരികയും ചെയ്തത്. ബാക്കി ഇന്റർവെൻഷന് ശേഷം കുട്ടിയെ നമുക്കിപ്പോൾ തിരിച്ച് വീണ്ടും OP-യിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അയാൾ ആ ഒരു ലക്ഷണങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ബ്രോങ്കോസ്കോപ്പിന്റെ അകത്തൂടെ തന്നെ ചെറിയ 3 കട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്തൂടെ തന്നെ ഒരു ബലൂൺ ഇടും. ബലൂൺ ഇട്ടിട്ട് ബലൂൺ വികസിക്കുമ്പോൾ ഈ ചുരുങ്ങിയ ഭാഗം വികസിക്കുകയും പിന്നെ അതിനുശേഷം കുട്ടിക്ക് തനിയെ തന്നെ ഈ സ്ട്രൈഡറും ബാക്കി സൗണ്ടും ഒന്നും ഇല്ലാണ്ട് ശ്വാസം എടുക്കാൻ പറ്റുകയും ചെയ്യും. സോ അത് ആദ്യത്തെ സിറ്റിംഗ് ചെയ്ത് വിജയകരമായി പൂർത്തിയാക്കി. 2 ആഴ്ച കഴിഞ്ഞിട്ട് കുട്ടിയെ പിന്നെയും ഫോളോ അപ്പിന് വിളിച്ചപ്പോൾ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നത് 2ാമത്തെ സിറ്റിംഗിൽ ചെയ്തു തീർത്തു. 2 ആഴ്ച കഴിഞ്ഞ് പിന്നെയും കുട്ടിയെ 3ാമത്തെ സിറ്റിംഗിന് വിളിച്ചപ്പോൾ ബ്രോങ്കോസ്കോപ്പ് ഇട്ട് നോക്കുമ്പോൾ ട്രക്കിക്കകത്ത് 100% ഓപ്പൺ ആയിരുന്നു. ഇന്റർവെൻഷണൽ പൾമണോളജി വിഭാഗം ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ, ഡോക്ടർ അവിനാശ് മുരുകൻ, തൊറാസിക് സർജറി വിഭാഗം ഡോക്ടർ ദിൻരാജ്, നിയോനറ്റോളജി വിഭാഗം ഡോക്ടർ ഗോകുൽദാസ്, ENT വിഭാഗം ഡോക്ടർ മനു തുടങ്ങിയവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി. ഡോക്ടർ ശ്രീജിത്ത് MO, ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ, ഡോക്ടർ അവിനാശ് മുരുകൻ, ഡോക്ടർ ദിൻരാജ്, ഡോക്ടർ ഗോകുൽദാസ്, വിവിൻ ജോർജ്, ഡോക്ടർ അമിത് ശ്രീധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.